ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ഓക്കെ ആണ് അങ്കിൾ, ഇപ്പൊ കുഴപ്പമില്ല. നീ മോളിലേക്ക് എന്താ നോക്കുന്നത്? ഫ്ലൈറ്റ് പോകുന്ന എങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുക അച്ഛാ. അതൊക്കെ പിന്നെ നോക്കാം. ഇപ്പൊ ആദ്യം നിലയോട് സോറി പറ. അച്ഛാ, എന്റെ ജീവിതത്തില് ഇന്ന് പറഞ്ഞ ഇഷ്ടപ്പെടാത്തൊരു വാക്കാ മാപ്പ്. നിലയെ കൂടി കൂട്ടായിരുന്നില്ലേ? ഇല്ല മാഡം, ലേറ്റ് ആയപ്പോ ഞാൻ അവളെ ക്ലാസ്സിലേക്ക് അയച്ചു. ഉറപ്പായിട്ടും ഞാൻ ആ കവിനെ വോൺ ചെയ്യുന്നുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട മാഡം. ചെറിയ കുട്ടികളല്ലേ, ഇന്ന് പിണങ്ങുന്ന നാളെ സ്നേഹത്തിലാവും. നമുക്കത് വിട്ടേക്കാം മാഡം. എടാ, സോറി പറയാനല്ലേടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. സോറി പറയടാ. അച്ഛാ, എന്നെ കൊണ്ട് ഇവളടുത്ത് സോറി പറയാൻ പറ്റില്ല. ആദ്യം ഇവളാണ് എന്റെ മേത്ത് റബ്ബർ ബാറ്റ് എറിഞ്ഞ് പേടിപ്പിച്ചത്. അത് തെറ്റല്ലേ? അപ്പൊ എന്തിനാ ഞാൻ സോറി പറയേണ്ടത്? എന്ത് ലോജിക്കാ ഇതിലുള്ളത്? ദേ നോക്ക്, അവള് നിനക്കെതിരെ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നീ ആണെങ്കിൽ പ്ലാൻ ചെയ്തെല്ലാം ചെയ്യുന്നത്. സോ നീ കരുതി കൂട്ടി അവൾക്കെതിരെ ചെയ്ത തെറ്റായതുകൊണ്ട് ഇപ്പൊ നീ സോറി പറഞ്ഞേ പറ്റൂന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ നീ നിലയോട് സോറി പറയുന്നോ ഇല്ലയോ? സോറി അച്ഛാ. എന്നോട് എന്തിനാടാ ചോദിക്കുന്നത്? നിലയോട് ചോദിക്കേ. നീല നല്ല സാമർത്ഥ്യമുള്ള കുട്ടിയാ, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. സച്ച് എ ഗ്രേറ്റ് ടാലന്റഡ് ഗേൾ. ഇന്നലെ നടന്ന സംഭവമൊക്കെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചതല്ല. ഞാൻ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഹോസ്പിറ്റലിലേക്ക് വരണോന്നാ വിചാരിച്ചിരുന്നേ. അതൊന്നും സാരമില്ല മാഡം. മാം അവളുടെ കാര്യത്തിൽ ഇത്ര കെയർ എടുക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിലയെ നല്ലൊരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കണം. അവൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അവളുടെ പെരുമാറ്റം സംസാരമൊക്കെ എന്ത് ക്യൂട്ടാ. നിങ്ങൾ എന്താ മോളെ നല്ലൊരു മ്യൂസിക് ക്ലാസ്സിൽ ചേർത്ത് പഠിപ്പിക്കാത്തെ? പഠിപ്പിനെ പോലെ തന്നെയാണല്ലോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരു കുട്ടിക്ക് അത്രയും പ്രധാനമല്ലേ? അതെ മാഡം, ഞാനും അങ്ങനെ ആലോചിക്കാതിരുന്നില്ല. ഞാൻ നിലയെ പാട്ട് ക്ലാസ്സിൽ ചേർത്തണമെന്ന് ഒരുപാട് നാളായിട്ട് ആലോചിക്കാം. ഇപ്പം സ്കൂളിൽ ചേർന്നതല്ലേ ഉള്ളൂ. പഠിപ്പ് ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുന്നതാ. ഇപ്പം മാഡം തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഉടനെ തന്നെ നിലയെ നല്ലൊരു പാട്ട് ക്ലാസ്സിൽ ചേർത്തേക്കാം. മോള് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ സ്കൂളിലും എക്സ്ട്രാ കെയർ കൊടുത്ത് ഞങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാം വാല് കൊടുത്ത കമ്മിങ് കാരണ. അയ്യോ അച്ഛൻ, എനിക്ക് ഇവളോട് സോറി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛനോട് സോറി പറഞ്ഞത്. നീ ഇപ്പൊ സോറി പറയുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിന്നോട് മിണ്ടാനേ പോകുന്നില്ല. അച്ഛാ, എന്തിനാടാ അച്ഛന്നൊക്കെ ഉറക്ക വിളിച്ച് എന്നെ ഞെട്ടിക്കുന്നത്? നീ സോറി പറഞ്ഞാലും നിന്നോട് ഞാൻ ഇനി മിണ്ടൂന്ന് പറഞ്ഞില്ലേ? എന്നെങ്ങനെ ശല്യപ്പെടുത്താതെ വിട്ടൂടെ അച്ഛാ? ഇപ്പൊ നീ സോറി പറയും. സോറി പൂരി 37 ലോറി. വന്നാ വാടി, വന്നില്ലേ പോടി. നിന്നോട് സോറി പറയാൻ പറഞ്ഞാൽ നീ എന്തിനാടാ പൂരി ലോറി എന്നൊക്കെ പറഞ്ഞ പ്രാസോപ്പിച്ച് പറയാൻ പറഞ്ഞേ? അതിനിടയിൽ ഞാൻ അവളോട് സോറി പറഞ്ഞില്ലേ അച്ഛാ? സോറി നില എന്ന് അവളുടെ കണ്ണിൽ നോക്കി ബഹുമാനത്തോടെ പറയാൻ പറ്റുമോ നിനക്ക്? അത് കുറച്ച് പ്രയാസ. ഒരു അച്ചടക്കം ഇല്ലാത്ത കുട്ടിയാണെന്നേ. ഒന്നും പഠിക്കൂല, ചട്ടമ്പിത്തരാണെങ്കിലും കൂടുതലാ. അവന്റെ പാരന്റ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കാലോ. അവൻ ഹൈ ക്ലാസ് ഫാമിലിയിലൊരു കുട്ടിയാ. വീട്ടില് കൊഞ്ചിച്ചാ വളർത്തുന്നത്. അത് ആര് പറഞ്ഞാൽ അവനൊന്നും അനുസരിക്കാത്ത. ഒരു കുഞ്ഞുങ്ങളും തെറ്റായ കുഞ്ഞുങ്ങളല്ല. അവരെ വളർത്തുന്ന രീതിയിലാണ് എല്ലാം ഉള്ളത്. എന്തിനാ ചേട്ടനിങ്ങനെ വെറുതെ ടോർച്ചർ ചെയ്യുന്നത്? നീ ഇപ്പൊ അവളുടെ കണ്ണിലേക്ക് നോക്കി സോറി പറയുന്നോ ഇല്ലയോ? നില സോറി. സാരമില്ല കവിൻ, നീ എന്റെ ക്ലാസ്മേറ്റ് അല്ലേ, കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആകാം. അതിനാലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇനി നിനക്ക് എന്തിനാടാ സമയം? ഇപ്പോ ഈ സെക്കൻഡ് തൊട്ട് നീ നിലയും ക്ലോസ് ഫ്രണ്ട്സാ, കേട്ടാ? നില, മോള് വിഷമിക്കണ്ട. ഇവൻ നിന്റെ ഫ്രണ്ട് തന്നെയായിരിക്കും. രണ്ടുപേരും ഷേക്കാൻ കൊടുത്തേ.